നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇതൊരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടം ഭാരതത്തിൻ്റെ മണ്ണിൽ വർഗീയതയെയും ഫാസിസത്തെയും കുഴിച്ചുകൂടാൻ കേരളം ഭരിക്കുന്ന ധിക്കാരികളായ ഭരണാധികാരികൾക്ക് താക്കീത് നൽകാനുള്ള മഹായുദ്ധത്തിനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും. ബഹുമാനായ മുനവറലി തങ്ങളുടെ പറഞ്ഞു ഇന്ത്യ എന്ന ആശയം, ദ ഐഡിയ ഓഫ് ഇന്ത്യ. അതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ കാതലായ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിവേദിയിൽ അർപ്പിച്ച ചോരയിലാണ് ആ വാക്കുകൾ എഴുതിയിട്ടുള്ളത്. അത് സംരക്ഷിക്കാൻ നമുക്കല്ലാതെ വേറെ ആർക്കാണ് ബാധ്യതയുള്ളത്? നമുക്കല്ലേ അതിന് കഴിയുകയുള്ളൂ. ചരിത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഊർജ്ജസ്വലരായി നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അവിരാമമായ പോരാട്ടം തുടരണമെന്നാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തോട് നീതി പുലർത്തില്ല, നമ്മുടെ പൂർവികരോട് നീതി പുലർത്തില്ല. ഹേ റാം എന്ന ചൂടലക്കത്തോടു കൂടി ബിർളാ മന്ദിരത്തിൽ മരിച്ചു വീണ നമ്മുടെ പ്രിയങ്കരനായ മഹാത്മാവിനോട് ഈ രാജ്യത്ത് ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും നിലനിർത്താൻ വേണ്ടി പോരാടിയ നമ്മുടെ പ്രിയങ്കരനായ ജവഹർലാലിനോട് അവരോടെല്ലാം നീതി പുലർത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ രാജ്യത്തിന്റെ കാതലായ ആശയങ്ങളെ മുഴുവൻ തകർക്കുന്ന ഈ സംഘപരിവാർ ശക്തികൾക്കെതിരായുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ടം, അതാണ് ഈ മഹായുദ്ധത്തിന്റെ നമ്മുടെ പ്രഥമ ലക്ഷ്യം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കും. രണ്ട്, അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ദൂർത്തുകൊണ്ട് കേരളത്തെ മുടിഞ്ഞ തറവാടാക്കി മാറ്റിയ ഈ പിണറായി ഭരണകൂടത്തിനെതിരായുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ താക്കീത് ആകണം ഈ തെരഞ്ഞെടുപ്പ്. അവരുടെ ഈ അധികാരത്തിന്റെ ദാസ്യം അവസാനിപ്പിക്കാൻ ജനങ്ങളെ, വരാനിരിക്കുന്ന തലമുറകളെ പോലും വലിയ ദുരന്തത്തിലേക്ക് അവർ തള്ളി വീഴ്ത്തുകയാണ്. അഴിമതിയാണ് അവരുടെ മുഖമുദ്ര. അഴിമതി നടത്താൻ, ദൂർത്ത് നടത്താൻ ഈ കേരളത്തെ അവർ തകർത്തു. ഇവിടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അഴിമതിയുടെ കഥകളെല്ലാം പറഞ്ഞു. എനിക്കെതിരായി നിയമസഭയിൽ ഒരു ആരോപണം കൊണ്ടുവന്നു. ഒരു 1.5 ആരോപണമായിരുന്നു കൊണ്ടുവന്നത്. പിണറായി വിജയനെതിരായി മാസപ്പടി ആരോപണം കൊണ്ടുവരുമെന്ന് കണ്ടപ്പോൾ ഒരു ആരോപണം കൊണ്ടുവന്നു. എന്താണ് ആരോപണം? കേരളത്തിൽ കേരളയിൽ വന്നിരുന്നു എങ്കിൽ, കുത്തിവരെ പറിച്ചു വന്നിരുന്നു എങ്കിൽ കേരളം വലിയ വികസന കുതിപ്പുണ്ടാകുമായിരുന്നു, കേരളത്തിൽ IT വളരുമായിരുന്നു. അങ്ങനെ ഒരു 2035-40 ആകുമ്പോഴേക്കും കേരളത്തിലെ 25 ലക്ഷം പേർ ഈ IT മേഖലയിൽ പ്രവർത്തിക്കുമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട ഹൈദരാബാദിലെയും കർണാടകത്തിലെയും IT കമ്പനികൾ ഒരു സർവേ നടത്തി. അപ്പൊ പറഞ്ഞു നമ്മളെല്ലാം 2045-50 ആകുമ്പോ പൂട്ടിപ്പോവും, അതുകൊണ്ട് ഈ കേരളയിൽ നമുക്ക് ഇല്ലായിരിക്കണം. അപ്പൊ അന്ന് MLA ആയ VD സതീശനെ പിടിച്ചു. എന്നിട്ട് ഒരു 150 കോടി രൂപ കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു. ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പല്ല നേരത്തെ. എന്നിട്ട് ഈ 150 കോടി രൂപ മീൻ ശീതീകരിച്ച ട്രക്കിൽ അത് ചേറ്റുവാക്കടപ്പുറത്ത് കൊണ്ടുവന്നു. അവിടെ നിന്ന് 2 ആംബുലൻസിനായി എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഇന്നൊന്നും അറിയില്ല, 2 ആംബുലൻസ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ആർക്കും കൊടുത്തില്ല, സുധാകരനെയൊന്നും തൊടിയിച്ചില്ല. ഈ പണം അങ്ങനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. അങ്ങനെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അപ്പൊ അത് ഏത് വഴിക്കാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ അടുത്ത് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ ഒന്ന് പോയി. നമുക്ക് 150 കോടി തന്ന ആളല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണണ്ടേ? അപ്പൊ അവര് ഭയങ്കര വിഷമത്തിലിരിക്കണം. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ വിഷമിക്കുന്നത്? കേരളയിൽ പോയില്ലേ, 2045-50 നിങ്ങൾ പൂട്ടിപ്പോകില്ലല്ലോ, എല്ലാം ക്ലിയർ അല്ലേ? അതല്ല സാറേ പ്രശ്നം, നമുക്ക് അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അതെന്താണ്? നിങ്ങളുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സുധാകരനോട് പറഞ്ഞു, എന്റെ ഭാര്യ LP സ്കൂളിലെ അധ്യാപിക പെൻഷൻ കിട്ടിയപ്പോ കിട്ടിയ കാശ് കൊണ്ടാണ്
എന്റെ മകൾ ബാംഗ്ലൂർ പോയി IT കമ്പനി തുടങ്ങിയത്. അതിന് നിങ്ങൾ വിഷമിക്കുന്നതിന് അല്ല. LP സ്കൂളിലെ ടീച്ചർ പെൻഷൻ പറ്റുമ്പോൾ കിട്ടിയ കാശ് കൊണ്ട് 100 കോടി രൂപയുടെ IT കമ്പനി തുടങ്ങാമെങ്കിൽ കേരളത്തിൽ എല്ലാ വർഷവും ഒരു 1.5 ലക്ഷത്തോളം പേര് റിട്ടയർ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ വാക്ക് കേട്ട് റിട്ടയർ ചെയ്യുന്ന എല്ലാവരും കൂടി മക്കളെ IT കമ്പനി ഉണ്ടാക്കാൻ കാശ് കൊടുത്താൽ പിന്നെ ഹൈദരാബാദിലെയും കർണാടകത്തിലേക്ക് IT കമ്പനികൾ ബാക്കിയുണ്ടാവും. അവര് ഭയങ്കര വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്രയും പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കർണാടകത്തിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ കൂട്ടുന്ന രീതിയിൽ കേരളത്തിലെ റിട്ടയർ ചെയ്യുന്ന ആളുകൾ മുഴുവൻ IT ഇൻഫ്രാസ്ട്രക്ചറിൽ പണം മുടക്കാൻ ഇങ്ങനെയാണ് പ്രേരിപ്പിക്കുന്നത്. എന്റെ കൈകൾ ശുദ്ധമാണ്. മറ്റേ ശങ്കരാടി സിനിമയിൽ കാണിച്ചു മുഖ്യമന്ത്രി പറയുന്നു. പിന്നെ മടിയിൽ ക്ഷണമില്ല. മൂന്നാമത്തെ വാചകം, ഏത് അന്വേഷണത്തെയും ഞങ്ങൾക്ക് ഭയമില്ല. അവസാനം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ KSIDCക്കാരെ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു, മോള് ബാംഗ്ലൂരിന്റെ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു. അപ്പോ കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനവുമുണ്ട്, അന്വേഷണത്തെ പേടിയുമുണ്ട്. പക്ഷേ അണ്ണനും തമ്പിയാണ്. ഡൽഹി ഭരിക്കുന്ന അണ്ണനും തിരുവനന്തപുരം ഭരിക്കുന്ന തമ്പിയും തമ്മിൽ, അണ്ണനും തമ്പിയും തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാവും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇപ്പൊ പിടിക്കും എന്ന് വന്നില്ല. അവസാനം ആ ശിവശങ്കരൻ ജയിലിൽ പോയി. ലൈഫ് മിഷൻ കോഴ കേസ്, അതിന് ശിവശങ്കരൻ ജയിലിൽ പോയി. ലൈഫ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഇപ്പോഴും ആരോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി ഈ ലൈഫ് മിഷൻ കോഴ കേസ് ചോദ്യം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൊഴി എടുത്തോ? ധാരണയാണ്, അന്തർധാന ധാരണയാണ്. ഇപ്പൊ കരിവണ്ണൂർ ED കേസ്, ഞങ്ങൾ അന്നേ പറഞ്ഞു ഒരു ED കേസും. കാരണം എന്താ? തൃശ്ശൂരിൽ BJPക്ക് ജയിക്കണം. അതിനുവേണ്ടി CPM-ഉം BJPയും തമ്മിലുള്ള ധാരണ വെറുതെ ഒന്നുമല്ല, വൺ വേ ട്രാഫിക് അല്ലാതെ. സുരേന്ദ്രന്റെ കുഴൽപ്പണം വന്നപ്പോ സുരേന്ദ്രനും മകനും അകത്തു പോകണ്ടായിരുന്നു. രക്ഷിച്ചില്ലേ? സഹായിച്ചില്ലേ? ഒരു കേസ് പോലും പ്രതിയായില്ല BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും മകനും. അപ്പോൾ ഇവര് തമ്മിൽ ഒരു ധാരണ. ഇവര് പകലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധം പറയും, രാത്രിയാകുമ്പോൾ സന്ധി ചെയ്യും. BJPയുടെയും സംഘപരിവാരങ്ങളുടെയും ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. CPM-ന്റെ മുദ്രാവാക്യം കോൺഗ്രസ് വിരുദ്ധത. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുക. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വർഗീയതക്കാർക്കും ഈ അഴിമതിക്കാർക്കും എതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമരാഗ്നി അതിനു മുമ്പ്, ഈ മഹായുദ്ധത്തിന് തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ UDF പ്രവർത്തകരെയും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെയും ഈ മഹായുദ്ധത്തിനുള്ള സൈനിക വിന്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സമരാഗ്നി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള തീയാണ്. കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ട്, കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ട്, വന്യജീവി ആക്രമണത്തിൽ കൃഷി മുഴുവൻ തകർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കർഷകരുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന കണ്ണുനീരിൽ നിന്നാണ് ഈ അഗ്നി ഉണ്ടായത്. ഇത് കേരളത്തിലെ ജനങ്ങൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മുഴുവൻ തകർന്ന, അതുപോലെ വികസന പദ്ധതികൾ മുഴുവൻ സ്തംഭിച്ച കേരളത്തിന്റെ പ്രതിഷേധമായി ഈ സമരാഗ്നി മാറും, ഒരു സംശയവുമില്ല. അതേപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ വിദ്വേഷത്തിന്റെ ക്യാമ്പയിനിൽ ഉതിർത്തുകൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് മാത്രമേ അതിന് കഴിയൂ. നമ്മളാണത് ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ വിനയപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.